ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് ഒരുപാട് ആൾക്കാർ ജർമ്മനിയിലെ നഴ്സിംഗ് ജോലിക്കായിട്ട് വരുന്നത്. ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് കാണപ്പെടുന്ന ഒരു സെക്ടറാണ് മെഡിക്കൽ സെക്ടർ. അതുപോലെ ആ സെക്ടറിലെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഒരു ഫീൽഡാണ് നഴ്സിംഗ് ഫീൽഡ്. ഒരു ജോലിക്കായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യമല്ല നിങ്ങളുടേത് എങ്കിൽ, ജർമ്മനിയിൽ നിങ്ങൾക്കൊരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ ഒരു ജർമ്മൻ കമ്പനി നൽകുന്ന ഒരു ഫ്രീ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ ഇത്രയും പൈസ കൊടുത്ത് ജർമ്മനിയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യേണ്ടൊരു കഴിവുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, നിങ്ങൾ സ്വന്തമായാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ലെവൽ B2 വരെ പഠിക്കേണ്ടതെന്നുള്ളത്. കാരണം നിങ്ങൾ ഇവിടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഇവിടുത്തുകാരോടാ, ജർമ്മൻകാരോടാ. കൂടാതെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ പേപ്പർ വർക്കുകളെല്ലാം ജർമ്മനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് എങ്കിലും വേണമെന്ന് പറയുന്നത്. ഈ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. കൂടാതെ ട്രാൻസ്ലേറ്റർ ജർമ്മനിയിലെ സ്വാൻ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടുത്തെ സ്റ്റേറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് നാട്ടിൽ അറ്റസ്റ്റ് ചെയ്ത് അയക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ജർമ്മനിയിലെ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് താല്പര്യം അവിടുത്തെ റെക്കഗ്നീഷൻ അതോറിറ്റിയെ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറൈസ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെക്കഗ്നീഷനായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. കൂടാതെ റെക്കഗ്നീഷനുള്ള ഫീസും നിങ്ങൾ പേ ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റെക്കഗ്നീഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇവിടെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് എംപ്ലോയർ ഇന്റർവ്യൂ നടത്തി നിങ്ങളെ എംപ്ലോയർ എടുക്കാൻ വില്ലിംഗ് ആണ് എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈവൻ ദോ നിങ്ങൾക്കൊരു ജോബ് കോൺട്രാക്ട് കിട്ടിയില്ല എങ്കിലും ഈ കൺഫർമേഷൻ വേണം നിങ്ങൾ റെക്കഗ്നീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എങ്കിൽ മാത്രമേ റെക്കഗ്നീഷൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കണം? ജർമ്മനിയിലെ ചില പ്രൊഫഷൻസ് റെഗുലേറ്റഡ് ആണ്. മെഡിക്കൽ പ്രൊഫഷൻസ് എല്ലാം അതിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ അതോറിറ്റി റെക്കഗ്നീഷൻ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ നേഴ്സ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും. അപ്പോൾ ഈ റെക്കഗ്നീഷൻ പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് പാർഷ്യൽ റെക്കഗ്നീഷൻ ആണോ അതോ നിങ്ങൾക്ക് ഫുൾ റെക്കഗ്നീഷൻ കിട്ടിയോ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർക്കും പാർഷ്യൽ റെക്കഗ്നീഷൻ ആണ് ഇതുവരെ കിട്ടിക്കണ്ടിട്ടുള്ളത്. ഇനി പാർഷ്യൽ റെക്കഗ്നീഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്ക് കുറവുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് ആ സ്കിൽസ് എല്ലാം നികത്തി നിങ്ങൾക്ക് ഒരു ഫുൾ റെക്കഗ്നീഷനിലേക്ക് കൊണ്ടുവരാം, അതിന് എന്തൊക്കെ കൗണ്ടർ മെഷേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ കാണും. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റും വെച്ച് വേണം നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാനായിട്ടുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതുപോലെ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യേണ്ട മിക്ക പ്രൊസീജിയേഴ്സും നിങ്ങൾ തന്നെ വേണം ചെയ്യാനായിട്ടും. ഇതിൻ്റെ പ്രാക്ടിക്കൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നെയാണ്. നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം പാരലലി ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് വരെ പാസ് ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 1.5 വർഷം വരെ എടുക്കും. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം ചെയ്യാനായിട്ടും അതുപോലെ നിങ്ങളുടെ എംപ്ലോയറിനെ കണ്ടുപിടിക്കാനും. പിന്നെ ഇപ്പോഴത്തെ ഒരു വിസ പ്രോസസ്സിങ് ടൈമൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-2.25 വർഷം എടുക്കും ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് നിങ്ങൾ ജർമ്മനിയിലേക്ക് എത്താനായിട്ട്. അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. കാരണം നിങ്ങൾ B1 അല്ലെങ്കിൽ B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങൾക്ക് ജർമ്മനിൽ മനസ്സിലാവണമെന്നില്ല. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന പൈസയുടെ കണക്കാണ്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കാനായിട്ടും ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറൈസ് ചെയ്യിപ്പിക്കാനായിട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും ഇവിടെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനും എങ്ങനെ പോയാലും നല്ലൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സംശയങ്ങളാണ്. ഞാൻ എവിടെ അപ്ലൈ ചെയ്യണം,
ചെയ്യണം, ഏത് ലൊക്കേഷനിൽ അപ്ലൈ ചെയ്യണം, വലിയ വലിയ സിറ്റി അപ്ലൈ ചെയ്യണം, ഇപ്പോൾ ബെർലിൻ പോലുള്ള സിറ്റിയിൽ അപ്ലൈ ചെയ്യണോ, അതോ കുഞ്ഞു കുഞ്ഞു വില്ലേജസിൽ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യണോ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്, ആ ലൊക്കേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ചോദിക്കാനായിട്ട് നമുക്ക് അപ്പം ആളെ കിട്ടിയെന്ന് വരത്തില്ല, കാരണം നമ്മൾ സ്വന്തമായി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞ ചാലഞ്ചസ് നോക്കുമ്പോഴത്തേന് 2-2.25 വർഷം വരെ പ്രോസസ്സിംഗ് സമയം എടുക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് വെറും ട്രാൻസ്ലേഷനും അതുപോലെ അറ്റസ്റ്റേഷനും ഫീസ് മാത്രം മുടക്കി നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നിടം തൊട്ട് നമ്മൾ ജർമ്മനിയിൽ വന്ന് സെറ്റിൽ ആവുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റൻസ് തരുന്നതും അതുപോലെ നമ്മളെ ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. അതാണ് ഹാംബർഗിൽ 2020 സ്റ്റാർട്ട് ചെയ്ത ബോണ്ടിങ് ബ്രിഡ്ജസ് GmbH അഥവാ ബോണ്ടിങ് ബി. ഈ റിക്രൂട്ട്മെന്റ് കമ്പനി ജർമ്മനിയിലെ ഹാംബർഗിലും അതുപോലെ ബെർലിനിലുമാണ് ബേസ് ചെയ്തേക്കുന്നത്. ഇവരുടെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആണ് നമ്മുടെ ഇന്ത്യയിലെ ജനറൽ നഴ്സിംഗോ അല്ലെങ്കിൽ BSc നഴ്സിംഗോ കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ജർമ്മനിയിലെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു പ്രോസസ്സിംഗ് ഫീസോ അല്ലെങ്കിൽ കമ്മീഷനോ മേടിക്കാതെ. ഇനിയും എന്താണ് ബോണ്ടിങ് ബിയുടെ ഫ്രീ റിക്രൂട്ട്മെന്റ്? നാട്ടിൽ നിങ്ങൾ BSc നഴ്സിംഗോ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ കഴിഞ്ഞ ആൾക്കാരാണ്, നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, നിങ്ങൾ 45 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ലാംഗ്വേജ് ട്രെയിനിങ് തൊട്ട് നിങ്ങൾ ജർമ്മനിയിൽ വന്ന് ജോലി തുടങ്ങി സെറ്റിൽ ആവുന്നിടം വരെയുള്ള കാര്യങ്ങളിലെല്ലാം ബോണ്ടിങ് ബി നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ലെവൽ B2 വരെ പഠിക്കുക എന്നുള്ളതാണ്. അതിനായി നിങ്ങൾക്ക് ബോണ്ടിങ് ബി ഓഫർ ചെയ്യുന്ന ജർമ്മൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അത് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു നേറ്റീവ് ജർമ്മൻ സ്പീക്കറാണ്. അപ്പം 4 ലെവലുകളുണ്ട്, A1, A2, B1, B2. ഓരോ ലെവലുകൾ തുടങ്ങുമ്പം നിങ്ങൾ പൈസ നേരത്തെ തന്നെ കൊടുക്കണം. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ വന്ന് ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ ഈ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഡോക്യുമെന്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കാനായിട്ടും ബോണ്ടിങ് ബി നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവരെടുത്ത് തരും. നിങ്ങൾ ജർമ്മനിയിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേന് നിങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ സിം കാർഡ് എടുക്കാനും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുമുള്ള എല്ലാ അസിസ്റ്റൻസും അവർ തരും. കൂടാതെ അവർ നിങ്ങൾക്ക് ആദ്യത്തെ 3 മാസത്തെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. 3 മാസം കഴിയുമ്പോൾ ഒന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ റെന്റ് കൊടുത്ത് തുടരാം, അല്ലെങ്കിൽ വേറൊരെണ്ണം കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഇന്റഗ്രേഷൻ ആയിട്ട് അവർ പല പല ഫ്രീ സെമിനാറുകളും ഓഫർ ചെയ്യുന്നുണ്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ. ജർമ്മൻ ഭാഷയുടെ പല പല ലെവലുകളും അതുപോലെ നിങ്ങൾ ജർമ്മനിക്ക് വരുന്നതിന് മുന്നേയും അതുപോലെ വന്നു കഴിഞ്ഞും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാമാണ് ഈ സെമിനാറിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അവർ നിങ്ങൾക്ക് ആദ്യത്തെ 6 മാസത്തേക്ക് ഒരു പേഴ്സണൽ കോച്ചിനെയും തരും. ഈ പേഴ്സണൽ കോച്ച് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും 1-to-1 കൺസൾട്ടേഷൻ തരും. അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടും പറ്റും. ഇതാണ് അവരുടെ ഫ്രീ റിക്രൂട്ട്മെന്റിന്റെ ഒരു ഓവർവ്യൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഫ്രീ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജർമ്മനിയിൽ ഒരുപാട് ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഒരു ഫീൽഡാണ് നഴ്സിംഗ് മേഖല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ ഇവിടെ കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് ഏജ് ഹോംസും അതുപോലെ ഹോസ്പിറ്റലും എല്ലാം അവരുടെ റിക്രൂട്ട്മെന്റ് ടീം കൂടാതെ തന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് പല കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തേക്കുക. അപ്പം ഇത്തരം റിക്രൂട്ടിംഗ് കമ്പനികളാണ് ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്കും നഴ്സുമാരെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ കമ്പനികൾക്ക് പേ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളാണ്. ഇവരുടെ ഇടയിൽ, അതായത് ഈ ഹോസ്പിറ്റലുകളുടെയും അതുപോലെ റിക്രൂട്ടിംഗ് കമ്പനീസിന്റെ ഇടയിൽ വേറൊരു ഏജന്റോ അല്ലെങ്കിൽ ഒരു മിഡിൽമെനോ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം റിക്രൂട്ടിംഗ് കമ്പനീസ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രീ സർവീസസ് തരാനായിട്ട് കഴിയുന്നത്. ഞാനിനിയും ഇവരുടെ പ്രോസസ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവരിപ്പം നിലവിൽ നേഴ്സസിനെ മാത്രമേ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. വേറെ പ്രൊഫഷൻസ് ഒന്നും അവർ തൽക്കാലം റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മനിയിൽ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നിടം തൊട്ട് ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് ബോണ്ടിങ് ബിയെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പം അവർ ആദ്യം പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അറ്റസ്റ്റേഷന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാ. അതിനായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള കൗൺസിലേറ്റിൽ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം അറ്റസ്റ്റേഷൻ ആയിട്ട്. നിങ്ങൾ പ്രധാനമായിട്ടും അറ്റസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ കൗൺസിൽ സർട്ടിഫിക്കറ്റ്സ്, ഇനിയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്സ്, ഇവയൊക്കെയാണ്.
12 ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഒരു ഡോക്യുമെന്റിന് ഏകദേശം 2000 രൂപയാണ് അറ്റസ്റ്റേഷന് ചാർജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ 12 ഡോക്യുമെന്റ്സിന് 24,000 രൂപയാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നിലവിൽ നിങ്ങൾ വേണം പേ ചെയ്യാനായിട്ട്. അറ്റസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ജർമ്മനിയിലേക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അയച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളൊരു B1 ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും ബോണ്ടിങ് ബി അവരുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നടത്തും. അതായത് അതിനകത്ത് അവർ പറയുന്നത് റിക്വയർമെൻറ്റ്സും അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാനായിട്ടുമാണ്. എന്നിട്ട് നിങ്ങൾ ഈ അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ബോണ്ടിങ് ബിക്ക് അയച്ചു കൊടുക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ലേഷനും അതുപോലെ നോട്ടറൈസേഷനും നടത്തും. കറൻ്റ്ലി ഇപ്പം നിങ്ങൾ ട്രാൻസ്ലേഷനും അതുപോലെ നോട്ടറൈസേഷനും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ നടത്തണം. അതായത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കഴിയുമ്പം ബോണ്ടിങ് ബി നിങ്ങൾക്കൊരു ഇൻവോയ്സ് അയക്കും. അപ്പോൾ നിങ്ങൾ വേണം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് വരെ തുടർന്ന് പഠിക്കാം. ഈ സമയത്തായിരിക്കും നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ നടക്കുക. ഈ ഇൻ്റർവ്യൂ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ജോലി കിട്ടി, പക്ഷെ നിങ്ങളുടെ ഫൈനൽ ജോബ് കോൺട്രാക്ട് കിട്ടുന്നത് നിങ്ങളുടെ റെക്കഗ്നീഷൻ്റെ ബേസിസിലും കൂടെ ആയിരിക്കും. ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് B1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടിയത് പാർഷ്യൽ റെക്കഗ്നീഷൻ ആണ് എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിസ എന്ന് പറയുന്നത് വിസ ഫോർ ദ റെക്കഗ്നീഷൻ ഓഫ് ഫോറിൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ജോലിക്കായിട്ട് വരുന്നതും. വന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ കോമ്പൻസേഷൻ മെഷേഴ്സ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് ഫുൾ റെക്കഗ്നീഷൻ എങ്കിൽ നിങ്ങൾ വരുന്നത് എംപ്ലോയ്മെന്റ് വിസയിലായിരിക്കും. അങ്ങനെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, വിസ കിട്ടി, നിങ്ങൾ ജർമ്മനിയിലെ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേന് നിങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്യാനായിട്ട് ബോണ്ടിങ് ബിയുടെ ടീം ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് ദിവസം, അതായത് നിങ്ങളുടെ ആ സിറ്റി പരിചയപ്പെടാനായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരു സിം കാർഡ് എടുക്കാനായിട്ടും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടും എല്ലാം ഇവർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ജർമ്മനിയിൽ നിങ്ങളുടെ ജോലി തുടങ്ങുന്നത്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടും അതുപോലെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അവരുടെ വെബ്സൈറ്റായ www.bondingb.com എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അവിടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ എക്സ്ക്ലൂസീവ് പാർട്ട്ണറും അതുപോലെ റിക്രൂട്ട്മെന്റ് ഇൻചാർജുമായ വൈശാഖിനെ vaishak@bondingb.com കോൺടാക്ട് ചെയ്യാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ജർമ്മൻ കമ്പനീസ് ഇവിടുത്തെ ഹോസ്പിറ്റലും അതുപോലെ ഓൾഡ് ഏജ് ഹോമും ആയിട്ട് ടൈപ്പ് ചെയ്ത് നാട്ടിൽ നിന്ന് ഫ്രീ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു ഏജന്റിലൂടെ ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും നഴ്സിംഗ് മേഖലയിൽ ഷോർട്ടേജ് ഉള്ളൊരു സമയത്ത്. അപ്പോൾ ജർമ്മനിയിൽ വന്നൊരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.